ബെയ്ലി പാലത്തിന്റെ പിന്നിലെ പെൺകരുത്ത് മേജർ സീത അശോക് ഷെൽക്കെ. ദുരന്തമുഖങ്ങളിലെ രക്ഷാപ്രവർത്തനത്തിൽ സ്ത്രീകൾ എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല എന്ന് ചോദിക്കുന്നവർക്കുള്ള ഉത്തരമായി ഒരു ചിത്രം ഇന്ന് സമൂഹമാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നു. മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ സൈന്യം തയ്യാറാക്കിയ ബെയ്ലി പാലത്തിന്റെ നിർമ്മാണഘട്ടത്തിൽ പാലത്തിന് മുകളിൽ അഭിമാനപൂർവ്വം നിൽക്കുന്ന ഒരു സൈനിക ഉദ്യോഗസ്ഥരുടെ ചിത്രമാണത്. മേജർ സീത ഷെൽക്കെ. ബെയ്ലി പാലം പൂർത്തിയാക്കിയ സൈന്യത്തിലെ എഞ്ചിനീയറാണ് മേജർ സീത ഷെൽക്കെ. മേജർ സീത അശോക് ഷെൽക്കെ എന്നാണ് ഈ ഉദ്യോഗസ്ഥയുടെ മുഴുവൻ പേര്. ഈ വനിതാ എഞ്ചിനീയറുടെ നേതൃത്വത്തിലാണ് ഈ ബെയ്ലി പാലം ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കിയതും രക്ഷാപ്രവർത്തനത്തിന് വേഗത പകർന്നിരിക്കുന്നതും. ഒരു രാത്രിയും ഒരു പകലിൻ്റെ പാതിയും മാത്രമേ എടുത്തുള്ളൂ ഈ പാലം പൂർത്തീകരിക്കാൻ. പെരുമഴയെയും കുത്തൊഴുക്കിനെയും അതിജീവിച്ച് തയ്യാറാക്കിയ ഉരുക്കുപാലത്തിന് 190 അടി നീളമാണുള്ളത്. അതിലൂടെ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ വാഹനങ്ങൾ കടന്നുപോയത് കയ്യടിയോടെയാണ് നാട്ടുകാർ സ്വീകരിച്ചത്. പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായത് രക്ഷാപ്രവർത്തനത്തിനും തുടർന്നുള്ള തെരച്ചിലിൽ ഏറെ നിർണായകമാണ്. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിൽ പാർണർ താലൂക്കിലെ ഗാഡ്ഗാവ് എന്ന ചെറുഗ്രാമത്തിൽ നിന്നാണ് മേജർ സീത അശോക് ഷെൽക്കെ സൈന്യത്തിലേക്ക് എത്തുന്നത്. 600 പേർ മാത്രമുള്ള ഒരു ചെറിയ ഗ്രാമമാണിത്. അഭിഭാഷകനായ അശോക് ബിഗാജി ഷെൽക്കെയുടെ 4 മക്കളിൽ ഒരാളാണ് സീത അശോക് ഷെൽക്കെ. അഹമ്മദ് നഗറിലെ ലോണയിലെ പ്രവാര റൂറൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം പൂർത്തിയാക്കിയ ശേഷമായിരുന്നു സീത അശോക് ഷെൽക്കെയുടെ സൈന്യത്തിലേക്കുള്ള പ്രവേശനം. ഒരു IPSകാരൻ ആകണമെന്നായിരുന്നു മോഹം. പക്ഷേ അതിലേക്ക് നയിക്കാൻ ആരുമില്ലാതെ വന്നതോടെയാണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമാകാനുള്ള ശ്രമം സീത അശോക് ഷെൽക്കെ നടത്തുന്നത്. 2 തവണ SSB പരീക്ഷയിൽ പരാജയപ്പെട്ടെങ്കിലും തൻ്റെ സ്വപ്നം ഉപേക്ഷിക്കാൻ സീത അശോക് ഷെൽക്കെ തയ്യാറായിരുന്നില്ല. 3ാം തവണ പരീക്ഷ പാസ്സായി 2012 സീത അശോക് ഷെൽക്കെ സൈന്യത്തിൻ്റെ ഭാഗമായത്. ചെന്നൈയിലെ OTAയിൽ നിന്നാണ് സീത അശോക് ഷെൽക്കെ പരിശീലനം പൂർത്തിയാക്കിയത്. 3 സഹോദരിമാരാണുള്ളത് സീത അശോക് ഷെൽക്കെയ്ക്ക്. ചെറിയ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നതെങ്കിലും സൈന്യത്തിൻ്റെ ഭാഗമാകണമെന്ന തൻ്റെ സ്വപ്നത്തിന് രക്ഷിതാക്കൾ വലിയ രീതിയിൽ പിന്തുണ നൽകിയെന്നാണ് സീത അശോക് ഷെൽക്കെ നേരത്തെ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആർമി മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ 250 സൈനികരാണ് ബെയ്ലി പാലം നിർമ്മിച്ചത്. ഇതിൻ്റെ നേതൃനിരയിൽ തലയെടുപ്പോടെ മേജർ സീത അശോക് ഷെൽക്കെയുമുണ്ട്. ന്യൂസ് ഡെസ്ക് കണ്ണൂർ മിറർ. നാടൻ സ്വാദിനു വേണം തനിനാടൻ വെളിച്ചെണ്ണ. നാളികേരത്തിന്റെ നന്മ തിരിച്ചറിയാം സദൻസിലൂടെ. സ്വന്തം മില്ലിൽ നാടൻ തേങ്ങയിൽ ആട്ടിയെടുക്കുന്ന പരിശുദ്ധമായ വെളിച്ചെണ്ണ. 80 വർഷത്തെ പാരമ്പര്യം, 3 തലമുറകളിലൂടെ കൈമാറിക്കിട്ടിയ വിശ്വാസം. ഏറ്റവും കുറഞ്ഞ ഫീസിൽ മികച്ച പ്ലേസ്മെന്റ് റെക്കോർഡോടുകൂടി കണ്ണൂരിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ് എയർവിൻ അക്കാദമി. യൂണിവേഴ്സിറ്റി ഡിഗ്രിയോടൊപ്പം ഏവിയേഷൻ, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, ലോജിസ്റ്റിക്സ് ഡിപ്ലോമകൾ. എയർവിൻ അക്കാദമി, കോളേജ് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, സുഹറ ആർക്കി, ആറാട്ട് റോഡ്, കണ്ണൂർ. ഫോൺ 8138034433.